ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക അറിയിപ്പുമായിട്ടാണ്. ഈ വർഷം മുതൽ വിവോക്സ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോം മൈൻഡ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതായത് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസും ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു അവബോധം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസുകളിലും കോളേജുകളിലുമൊക്കെ ഒരു സെഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പം താമസിയാതെ തന്നെ ഇത് നിങ്ങളുടെ അടുക്കിലും നിങ്ങളുടെ കോളേജ് ക്യാമ്പസുകളിലുമൊക്കെ എത്തുന്നതായിരിക്കും. സോ സീ യു സൂൺ. ഞാൻ ഡൽഹിയിലും ട്രിവാൻഡ്രത്തുമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എന്റെ ഡൽഹിയില് ഈ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? എന്തോ ട്രാൻസ്ജെൻഡർ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സ്ത്രീയുമല്ല പുരുഷനുമല്ല, അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്റെ ട്രാൻസ് സുഹൃത്തുക്കളാണ്. ഡൽഹിയില് ഇപ്പം നേരത്തെ എല്ലാം ഓൺലൈനായി. പണ്ട് സർക്കാർ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ പൂരിപ്പിക്കാനായിട്ട് ഫോം തരുമ്പം അതിനകത്ത് ഈ 2 ഓപ്ഷനേ ഉള്ളൂ, മെയിലും ഫീമെയിലും. ട്രാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവര് പ്രതിഷേധ സൂചകമായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം ടിക്ക് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ നാളെ ഈ ഒരു ജെൻഡറിനെ പറ്റിയും സെക്സിനെ പറ്റിയും അവബോധമില്ലാത്ത ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒരു കോഡറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവൻ ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ പേജില് ഈ 2 ഓപ്ഷനേ കൊടുക്കുള്ളൂ, അല്ലേ? ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫോം ആകുമ്പോൾ നമുക്ക് 2 ടിക്ക് ചെയ്ത് പ്രതിഷേധിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾ വെബ്സൈറ്റില് അല്ലെങ്കിൽ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത പേജിലോട്ട് കൊണ്ടുപോകൂ, അല്ലേ? അപ്പം ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പം ഈ ഒരു ജെൻഡറിലും ലൈംഗികതയിലും ഒക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള നമ്മളുടെ വയസ്സുകളെ, പക്ഷപാതങ്ങളെയും മുൻവിധികളെയും ഒക്കെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ഒരു വലിയ ശതമാനം ആളുകളുടെ ജീവിതത്തിൽ ദുരിതങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ എത്തിക്കൽ ട്രെയിനിങ് നിങ്ങളെ പോലെയുള്ള എഞ്ചിനീയേഴ്സിനാണ്. കാരണം നിങ്ങളൊക്കെയാണെങ്കിൽ നാളത്തെ ലോകം തീരുമാനിക്കാൻ പോകുന്നത്. ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കോഡിങ് ചെയ്യുന്നവരൊക്കെയാണ്. കാരണം അവരുടെ ആ കോഡേഴ്സ് ആണ് നാളത്തെ ലോകം തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ജെൻഡറിലും സെക്ഷുവാലിറ്റിയിലും ഒക്കെ നമുക്ക് ഒരു മുൻവിധികളില്ലാത്ത, വയസ്സുകളില്ലാത്ത ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവബോധം വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഓക്കെ.